എല്ലാവർക്കും നമസ്തേ. ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെയും മാളികപ്പുറത്തമ്മയെയും അവഹേളിച്ചുകൊണ്ട് സാമൂഹ്യവിരുദ്ധനും സമൂഹദ്രോഹിയും ഹിന്ദുവിരുദ്ധനും സർവോപരി ഒരു കീടത്തേക്കാൾ നികൃഷ്ടനുമായ സണ്ണി എം കവിക്കാട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അയ്യപ്പനോടെ ഉണ്ടല്ലോ മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാണ് നമ്മുടെ മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കുന്നു. കണ്ടുപോയാൽ അന്നേരെ പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. ഇത്രയും ബോധങ്ങളുള്ള മനുഷ്യർക്ക് ഒരു അമ്പലമൊക്കെ പണിത് കൊടുത്താൽ കാശ് വീഴും. സണ്ണി എം കവിക്കാട് എന്ന നികൃഷ്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. എന്താണ് അതിന് നമ്മൾ മറുപടി പറയേണ്ടത്? ഇവൻ മറ്റൊരു മതത്തിനെ കുറിച്ച് ഇതേപോലെ ഇവൻ പറയുമോ? പറയില്ല. കാരണം പറഞ്ഞാൽ ഇവൻ്റെ കഴുത്തിന് മുകളിൽ തല കാണുകയില്ല എന്നറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അനുഭവം, ഇവൻ്റെ കുടുംബത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് ഇവൻ ഈ പറഞ്ഞത്. ഏതൊരാളും നമ്മൾ പറയുന്നത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ പലതും പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവൻ്റെ അമ്മയും ഇവനും തമ്മിലുള്ള ആ ഒരു ഇരിപ്പുവശം എങ്ങനെയാണോ അതാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്. അവൻ്റെ അമ്മയും ഇവനും ഇങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെ അവൻ്റെ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നതുകൊണ്ട് ആ അനുഭവമാണ് എല്ലായിടത്തും എന്നാണ് അവൻ വിചാരിക്കുന്നത്, കരുതുന്നത്. നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ് ശബരിമല ശ്രീധർമ്മശാസ്താവും മാളികപ്പുറത്തമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന്. ഒരു മാതാവും പുത്രനും തമ്മിലുള്ള ഒരു ബന്ധമാണ് മാളികപ്പുറത്തമ്മയും ധർമ്മശാസ്താവും അല്ലെങ്കിൽ അയ്യപ്പനും തമ്മിലുള്ളത്. ഇവർ പന്തള രാജവംശ എടുത്തു വളർത്തിയ പുത്രനാണ് അയ്യപ്പൻ. പന്തളൻ രാജവംശം എന്ന് പറയുന്നത് പാണ്ഡ്യനാട്ടിൽ നിന്ന് വന്നവരാണ്. പാണ്ഡ്യ രാജവംശത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ പരദേവതയാണ് മധുര മീനാക്ഷി. അവർ പന്തളത്ത് വന്നു. പന്തളം കൊട്ടാരത്തിനോടനുബന്ധിച്ച് നമ്മൾക്ക് കാണാൻ കഴിയും അവർ അവിടെ മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രം പണിതിരിക്കുന്നതും അമ്മയെ അവിടെ വെച്ച് ആരാധിക്കുന്നതും. അവരുടെ അമ്മയുടെ സ്ഥാനത്താണ് മധുര മീനാക്ഷി എന്ന് പറയുന്ന ആ ഒരു ദേവീ സങ്കല്പം. അതിൻ പ്രകാരം തന്നെയാണ് ഈ പന്തളൻ രാജകുടുംബത്തിൻ്റെ ദത്തുപുത്രനായ അയ്യപ്പൻ തൻ്റെ ആ അവതാര ഉദ്ദേശം കഴിഞ്ഞ് അല്ലെങ്കിൽ ഭൂമിയിലെ തൻ്റെ ദൗത്യം കഴിഞ്ഞ് ശബരിമലയിൽ സമാധി സ്ഥിതിയിൽ യോഗനിദ്രയാണ്ട് ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ തങ്ങളുടെ പരദേവതയായ മധുര മീനാക്ഷിയെ മാളികപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് മണിമണ്ഡപത്തിലാണ് ഭഗവാൻ അവിടെ യോഗനിദ്രയിലിരുന്നത്, ധ്യാനനിരതനായി ഇരുന്നത്. പിന്നീട് വന്ന ആൾക്കാരാണ് അവിടുന്ന് ഭഗവാന്റെ ഇന്ന് കാണുന്ന ശ്രീകോവിൽ പണിത് അവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. ഇപ്പോഴും മണിമണ്ഡപം നമ്മുടെ മാളികപ്പുറത്ത് തന്നെ നമ്മൾക്ക് ചെന്നാൽ കാണാം. അവിടെയാണ് ഗുരുതിയൊക്കെ നടക്കുന്നത്. അങ്ങനെ തൻ്റെ മകൻ്റെ അരികിൽ തന്നെ, അതായത് മാളികപ്പുറത്ത് തന്നെ പ്രതിഷ്ഠിതയായ മാളികപ്പുറത്തമ്മയെക്കുറിച്ചാണ് ഈ നികൃഷ്ട ജീവി, ഈ തെമ്മാടി, ഇത്തരം പിതൃശൂന്യമായ രീതിയിൽ സംസാരിച്ചത്. അതും എവിടെയാണ്? ഒരു സമര പന്തലിൽ അവരെ അഭിസംബോധന ചെയ്താണ് അത് കേട്ട് കൈയടിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടതാണ്. ഈ വീഡിയോയിൽ അത് കാണിച്ചില്ല, ഇവനെ മാത്രമാണ് കാണിച്ചതെങ്കിലും കൈയടിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്
ഈ നമുക്കറിയാം ഇതിനകത്ത് ഈ അന്യമതത്തിൽപ്പെട്ട തീവ്രവാദം തലയ്ക്ക് പിടിച്ച പല വിദ്യാർത്ഥികളും അതിനകത്തിലുണ്ട്. അതേപോലെ കമ്മ്യൂണിസ്റ്റുകാരെന്നും ഈ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെ ഹിന്ദു സംസ്കാരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു വിഭാഗമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവരെയൊക്കെ സുഖിപ്പിക്കുന്നതിനായി ഇവൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ സംഭവങ്ങൾ ഇങ്ങനെ അയ്യപ്പൻ്റെ മാതൃസങ്കല്പത്തിലുള്ള മാളികപ്പുറത്തമ്മയും ചേർത്ത് വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ നാട്ടിൽ ഹിന്ദുവിനെതിരെ എന്തുമാകാം എന്നുള്ള അവസ്ഥയല്ലേ? ഇവൻ പറയപ്പെടുന്നത് ഇവൻ ഹിന്ദുമത വിശ്വാസിയല്ല, ഇവൻ പെന്തക്കോസ്ത് വിശ്വാസിയാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ഈ ഹിന്ദുവിരുദ്ധത ഒന്നുകൂടി കൂടും എന്നുള്ളത് നമ്മൾക്കറിയാം. പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഹിന്ദു ദേവതമാരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുള്ളതാണ്. സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ് ഹിന്ദു ദൈവങ്ങൾ പിശാചുക്കളാണെന്നും പറഞ്ഞ് ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാർ, പെന്തക്കോസ്ത് മതവിശ്വാസികൾ പ്രചരിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവനും ഈ പെന്തക്കോസ്ത് മതവിശ്വാസി ആയതുകൊണ്ട് അവന് ആവേശം കൂടും, വീര്യം കൂടും ഹിന്ദു ദേവതമാരെ അധിക്ഷേപിക്കുക എന്നതിന്. ഇത് സത്യത്തിൽ ഹിന്ദുക്കൾ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല. നമുക്ക് സഹിഷ്ണുതയുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മളെ അധിക്ഷേപിച്ചാൽ അങ്ങനെ തകർന്നു പോകുന്നതല്ല ഹിന്ദുമതം എന്ന് നമ്മൾക്കറിയാം. അങ്ങനെ തകർക്കാനായിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാർ 100-200 വർഷം, ബ്രിട്ടീഷുകാരും 100-400 വർഷം മുഗളന്മാരും മുസ്ലിം ഭരണാധികാരികളും ആവോളം ശ്രമിച്ചിട്ട് അത് സാധിക്കാതിരുന്നതാണ്. ചെറിയൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞുവെന്ന് മാത്രം. ഈ മുസ്ലിം രാജാക്കന്മാർ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ എങ്ങനെയാണ് ഇത്രയും മാത്രം മതം വളർത്തിയത്? അവർ ഖുറാനിൽ പറയുന്നതിൻ്റെ കൂട്ട് കാഫറുകളെ കൊന്നൊടുക്കി. ഒന്നുകിൽ കാഫറുകൾ അവരുടെ വിശ്വാസത്തിലേക്ക് മാറുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ കൊന്നൊടുക്കുക എന്നുള്ള ആ നയത്തിൽ കൂടിയാണ് അത്രമാത്രം മുസ്ലിങ്ങളെ ഭാരതത്തിൽ സൃഷ്ടിച്ചെടുത്തത്, മതം മാറ്റിയെടുത്തത്. അതിൻ്റെ ഒരു വകഭേദം നമ്മുടെ കേരളത്തിൽ കണ്ടതാണ്. വാര്യംകുന്നൻ്റെ നേതൃത്വത്തിൽ എത്രയോ ഹിന്ദുക്കളെ അതിക്രൂരമായി കൊന്നും ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയും ഭീതി ഉണ്ടാക്കി മലബാറിൽ മതം മാറ്റിയത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും നല്ലൊരു ശതമാനം ആൾക്കാരും അതിനെ ചെറുത്ത് നിന്ന് അവർ ജീവൻ കളയാനാണ് തയ്യാറായത്. എന്തുവന്ന് ഞങ്ങൾക്ക് മരണമാണ് ഈ നിങ്ങളുടെ മതം സ്വീകരിക്കുന്നതിലും അഭിമാനമെന്ന് പറഞ്ഞ് മരണത്തെ പുൽകിയവർ നിരവധിയുണ്ട്. അത് വടക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും ഹിന്ദു സമൂഹത്തിലുണ്ട്. എന്നിട്ടും തകരാതെ നിൽക്കുന്ന ഒരു സംസ്കാരമാണല്ലേ, ധർമ്മമാണ് ഹിന്ദു ധർമ്മം. അതിനെതിരെ ആരെന്ത് കുറച്ചാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഉള്ള ആ മനോഭാവം നമ്മൾ ഇനിയെങ്കിലും വെടിയണം. ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയുള്ള മതമാണ് ഹിന്ദു ഉണ്ടെങ്കിലും ഇതേപോലുള്ളതിന് ഇനി കൂടുതൽ സഹിഷ്ണുത പുലർത്തി നമ്മൾ മുന്നോട്ട് പോയിട്ട് കഥയില്ല. ഹിന്ദുക്കൾ ഇതിനെതിരെ ശക്തമായ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാമോ, അത് പോലീസിൽ കേസ് കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ടായാലും. കാരണം പോലീസിൽ കേസ് കൊടുത്തതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. മതത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ ഇവിടത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഈ രണ്ട് വിദ്വാൻമാരും ഇതിനെതിരായി കേസെടുക്കാൻ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കോടതി മുഖാന്തരമാണെങ്കിൽ കൂടി ഇവനെ, ഈ നികൃഷ്ട ജീവിയെ, ജന്മത്തെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ ഹിന്ദു സംഘടനകൾ സ്വീകരിക്കണം. ഇവനെ കേരളത്തിൽ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കാൻ കഴിയുമോ അവിടെയെല്ലാം പരാതി കൊടുത്ത് ഇവനെ തെക്കോട്ടും വടക്കോട്ടും നടത്തിച്ച് ഇവൻ്റെ ജീവിതം തന്നെ നരകതുല്യമാക്കാനാണ് ഹിന്ദു സംഘടനകൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഹിന്ദു എന്ന പേരിൽ അഭിമാനം കൊള്ളുന്ന സംഘടനകൾ ശ്രമിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലുള്ള അധിക്ഷേപങ്ങൾ
നമ്മളുടെ ദേവതാ സങ്കല്പങ്ങൾക്കെതിരെ ഇവന് അല്ലാതെ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബിനു എന്ന് പറയുന്ന ഒരു തെമ്മാടി, ഒരു പിതൃശൂന്യൻ, ഒരു ശ്വാനപുത്രൻ ദേവതമാരെക്കുറിച്ച് അധിക്ഷേപം ചൊരിഞ്ഞപ്പോൾ അതിനെതിരെ പരാതി കൊടുത്തിട്ട് എന്താണ് അവസ്ഥയെന്ന് നമ്മൾ കാണുന്നതാണ്. അവൻ്റെ വലം കൈയും ഇടം കൈയും പോലാണല്ലോ ഈ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും MLA-മാരും നിലകൊള്ളുന്നത്. അപ്പോൾ അവർ ഇവനെതിരെയും കേസെടുക്കാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയല്ല, ഈ സണ്ണി M കപിക്കാട് എന്ന് പറയുന്ന ഈ ശ്വാനപുത്രന് കോൺഗ്രസ് സീറ്റ് നൽകാൻ വരെ ആദ്യം തീരുമാനിച്ചതാണ്. അങ്ങനെയുള്ള ഒരുത്തിനെതിരെ ഈ രമേശ് ചെന്നിത്തലയോ VD സതീശനോ നടപടിയെടുക്കാൻ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കോടതികളിൽ കൂടി ഇവനെതിരെ ശക്തമായ നടപടികളുമായിട്ട് ഹിന്ദു സംഘടനകൾ മുന്നോട്ട് പോകണം. അതേ ഉള്ളൂ നമ്മൾക്കിനിയും പ്രതീക്ഷ. VD സതീശൻ പറയുന്നത് ഈ ഹിന്ദു ദേവതമാരോടല്ല അയാൾ താല്പര്യം പറയുന്നത്. അയാൾ പറയുന്നത് അയാൾ ദിവസവും ബൈബിള് വായിച്ച് കൊണ്ടാണ് അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഒക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെയുള്ളവനൊക്കെ ഈ ഹിന്ദു ദേവതമാരെ ആരെങ്കിലുമൊക്കെ അധിക്ഷേപിക്കുന്നത് കേൾക്കുമ്പോൾ ഹർഷോന്മാദം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വിദ്വാൻമാരാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഹിന്ദു സംഘടനകളും ഹിന്ദു സംഘടനാ പ്രവർത്തകരും ഇവനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിനായി കോടതികളെ സമീപിച്ച് ഇവൻ്റെ ജീവിതം എന്ന് പറയുന്നത് സമാധാനം കെട്ടതാക്കി തീർക്കണം. അവൻ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും പോയി ജാമ്യം എടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണം. അതിനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത് എന്നുള്ള കാര്യം ഹിന്ദു സംഘടനാ നേതാക്കളും പ്രവർത്തകരും മറന്നുകൂടാത്തതാണ്. അതനുസരിച്ച് വേണം അവരുടെ ഓരോ നീക്കങ്ങളും ഈ കപിക്കാടിനെതിരെ സ്വീകരിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി ഒന്ന് സഹായിക്കുക. അതിനായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ഇത് ലൈക്ക് ചെയ്യുകയും ഇത് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിൽ എത്തിക്കുകയും ചെയ്യുക.